മോണിലേക്ക് വരികയാണെങ്കിൽ ഒരു ന്യൂ കമറായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം, വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ്. അവരാരും ഇങ്ങനെ സീനിയോറിറ്റി ഇഷ്യൂസ് ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. നല്ല കമ്പനിയാണ്. പിന്നെ കേശു ആയാലും ശിവയായാലും പാറു ആയാലും ഞാൻ എല്ലാവരോടും ഭയങ്കര കണക്റ്റ് ആയി പോകുന്ന ഒരാളാണ്. പാറു എനിക്ക് ഒരു കുട്ടി സിസ്റ്റർ എങ്ങനെയാണ് എനിക്ക് അതുപോലെയാണ്. അപ്പം പാറുവിൻ്റെ അമ്മായിനെ വിളിച്ചോണ്ട് ഞാനും പാറുവിനോട് കുഞ്ഞു കുഞ്ഞു അടിയും വഴക്കൊക്കെ തമാശക്കൊക്കെ ഉണ്ടാക്കും. എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. ക്രഷ് ഉണ്ടോ? ക്രഷായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എല്ലാവരും ചോദിക്കാതെ എന്താ നിനക്ക് ക്രഷ് ഇല്ലാത്ത? അങ്ങനെ ക്രഷായിട്ട് അങ്ങനെ ഒന്നും റിയൽ ലൈഫിൽ ക്രഷ് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് ക്രഷ് തോന്നിയിട്ടുള്ള ഒരു നടനോ വ്യക്തിയോ? എനിക്ക് ഹൃതിക് റോഷൻ ഭയങ്കര ഇഷ്ടമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നല്ല രസമുള്ള കണ്ണാണ്, നല്ല ഡാൻസ് ആണ്, വളരെ സേഫ് ആയിട്ടുള്ള ആൻസറുമാണ്. അല്ല, എനിക്ക് ഹൃതിക് റോഷൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ആക്ടിങ് ആയിട്ടാണ്, അത് ആക്ടിങ്. എനിക്ക് ലാലേട്ടൻ ഫാനാണ് ഞാൻ. ഹൃതിക് റോഷൻ അടിപൊളിയാണ് അഭിനയിക്കുന്നത്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഫാൻ ആയിട്ടുള്ളത് ലാലേട്ടൻ ഫാനാണ് ഞാൻ. അത് എല്ലാവർക്കും അറിയാം, ഇപ്പൊ എന്റെ ഇന്റർവ്യൂ കണ്ടുകൊണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ നമുക്ക് എപ്പോഴും കാണുമ്പോൾ നല്ല രസമുണ്ട് എന്ന് തോന്നുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ആളില്ലേ, ഹൃതിക് റോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജനങ്ങൾക്കിടയിൽ ആക്ച്വലി ഒരു ഓർഗാനിക് സൗന്ദര്യം, ഓർഗാനിക് ബ്യൂട്ടി എന്നാണ് ഗൗരി, എല്ലാവരും ഗൗരിയെ കുറിച്ച് പറയുന്നത്. എന്താണ് ബ്യൂട്ടി സീക്രട്ട്? അങ്ങനെയൊന്നുമില്ല. രാവിലെ എനിക്ക് കുളിക്കും, ചില ദിവസം രാവിലെ കുളിക്കില്ല, വൈകുന്നേരം കുളിക്കും. എന്നാലും ഈ ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ട ബേസിക് റുട്ടീനൊക്കെ ചെയ്യാറില്ലേ? സ്കിൻ ഞാൻ ഇടയ്ക്ക് എനിക്കൊരു സേജ് സ്കിൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ ആക്നെ മാർക്സ് ഉണ്ടായിരുന്നു. അപ്പം ആക്നെ മാർക്സ് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ കാർബൺ പീൽ ചെയ്യാൻ പോയി. കാർബൺ പീൽ അവരവിടെ പോയപ്പോൾ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്. ആദ്യത്തെ ഒരു സെഷനിൽ ഞാൻ കാർബൺ പീൽ ചെയ്തു. പിന്നെ എല്ലാം ബ്ലാക്ക് പീലാണ് ചെറുതായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർ അതെന്റെ ആഫ്റ്റർ കെയർ പറയുമല്ലോ, എന്റെ ടാബ്ലറ്റ്സ് പറയുമല്ലോ, ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇന്നാൾ പോയപ്പോൾ ഡോക്ടർ, കഴിഞ്ഞ 2 ദിവസം മുന്നേ പോയതുള്ളൂ, അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു ടാബ്ലറ്റ്സ് കഴിക്കാറുണ്ടോ? ഹെയർ നോക്കാറുണ്ട്? ഇല്ല. പിന്നെ എന്തിനാണ് ടാബ്ലറ്റ്സ് തന്നേക്കണം? ആഫ്റ്റർ കെയർ ഇടാറില്ല. ഒരു ഓയിൽമെന്റ് തന്നിട്ടുണ്ട് 2 ദിവസം ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് കെയർലെസ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഫേസ് വാഷ് ചെയ്യും കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പോയിട്ടൊന്ന് പെട്ടെന്ന് സ്റ്റിക്ക് ആകുമ്പോൾ എനിക്ക് ഭയങ്കര, അപ്പൊ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യും. മറ്റേ പരിപാടിയൊന്നും ഇല്ല. ഇങ്ങനെ ഈ വർക്ക്ഔട്ട് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഫുഡ് റുട്ടീൻസ് അങ്ങനെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല? അതുണ്ട്. വർക്ക്ഔട്ട് ഫുഡ് അത് പ്രോപ്പറാണ്. അതെനിക്ക് സ്ലീപ്പ് മാത്രം കുറച്ച് പ്രോപ്പർ അല്ലെന്നേ ഉള്ളൂ. വർക്ക്ഔട്ട് ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യും. അപ്പൊ അതാണ് സൗന്ദര്യത്തിന്റെ രഹസ്യം. മേ ബി ആയിരിക്കും. ഞാൻ ഷുഗർ കട്ട് ആണ്. അപ്പം ഷുഗർ കട്ട് ആവുന്നത് കൊണ്ട് കുറെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആണ്, പെട്ടെന്ന് ആക്നി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കുറച്ച് കുറയാൻ കാരണം ഷുഗർ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇടയ്ക്ക് ഞാനൊരു ട്രിപ്പ് പോയായിരുന്നു ഷിംല. അപ്പം ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ ഷുഗർ കഴിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ആ ഏരിയയിലുള്ള നമ്മൾ ആ കോൾഡ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷുഗർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പം എനിക്കൊന്നും സ്കിന്നായാലും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഷുഗർ കഴിച്ചിട്ട്. ഞാൻ തിരിച്ചു വന്നിട്ട് പഴയ പോലെ റൊട്ടീനായി. പക്ഷെ സ്റ്റിൽ അവിടെ ആയിരുന്ന സമയത്ത് ഒത്തിരി ഷുഗർ കഴിച്ചു. ഒരു ദിവസം 5-6 അവിടെ ഷുഗർ ഇല്ലാണ്ട് ചായ കിട്ടുന്നില്ല. അപ്പൊ ചായ കുടിച്ച് ഞാൻ ഭയങ്കര ചായ അഡിക്റ്റ് ആണ്. ചായ കുടിച്ച് എനിക്ക് ഫുൾ രാവിലെ ഒരു 5 ഗ്ലാസ് ചായ കുടിക്കും, ചെറിയ കപ്പ്. അതിൽ ഫുൾ ഷുഗറാണ്. ചീനി തോടെ ചീനിക്ക് ഹിന്ദി വലിയ കുഴപ്പമില്ല, തോടെ ചീനി പറഞ്ഞാൽ അവർ കുറേ ചീനി ഇട്ട് തരും. അപ്പോൾ അതുകൊണ്ട് ഷുഗർ ആ സമയം കഴിച്ചു. ബട്ട് ഒരു 5-6 വർഷമായിട്ട് ഷുഗർ. ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി തുടങ്ങുന്നേ ഉള്ളൂ. അല്ല, എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല. ഇപ്പോൾ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് വിളിക്കുന്ന ഒരു സുഹൃത്ത്, അച്ഛനും അമ്മയും അല്ലാണ്ട് പെട്ടെന്ന് വിളിക്കുന്ന ഒരു സുഹൃത്ത് ആരായിരിക്കും? പെട്ടെന്ന് വിളിക്കുന്ന സുഹൃത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചധികം സുഹൃത്തുണ്ട്. ഇപ്പം ഞാൻ ഷിംല പോയത് സന്ദീപ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അപ്പം ട്രാവൽ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞാനിപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവൻ വരും എന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഞാൻ സന്ദീപിൻ്റെ കൂടെ പോകും. പെട്ടെന്ന് ഇപ്പോൾ അവനായിരിക്കും വിളിക്കുന്നത്. സുഹൃത്തുക്കളിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഗ്രൂപ്പുണ്ട്, ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട് ഇവിടെ. എനിക്ക് ബോയ്സ് ഗ്യാങ് ആണ്. അപ്പം അവരെ ലൈക്ക് അനന്തു, അഖിൽ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ദയാലിനൊക്കെ ഇപ്പം ഓരോരുത്തരും ജോബായിട്ട് ഓരോ വഴിക്കാണ്. പക്ഷെ സന്ദീപ് ഓൾമോസ്റ്റ് ഫിലിം ഫീൽഡാണ്. അപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് എവിടെയെങ്കിലും പോകാൻ വേണ്ടി പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാലും ഇപ്പം പെട്ടെന്ന് വരുന്നത് അവനാണ്, സന്ദീപാണ്. യാത്രയിൽ സംഭവിച്ച ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവം പറയാം. അടിപൊളി അനുഭവം ഉണ്ട്. ഈ ഇടയ്ക്ക് ഷിംല പോയപ്പോൾ അടിപൊളി അനുഭവം ഉണ്ടായി. ഷിംലയിൽ നിന്ന് ഞങ്ങള്
കാൽക്ക ടു ഡൽഹി ട്രെയിൻ, ടോയ് ട്രെയിൻ വന്നു. ദെൻ കാൽക്ക വരെ ടോയ് ട്രെയിൻ, അതിനുശേഷം കാൽക്ക ടു ഡൽഹി അവിടുത്തെ ലോക്കൽ ട്രെയിൻ, ഡൽഹി ടു ഇവിടെ ബുക്ക് ചെയ്ത് വെച്ചേക്കുക കൊച്ചി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡൽഹി രാവിലെ ലഗേജ് കൊണ്ട് ഓൾഡ് ഡൽഹിയിൽ വെച്ചിട്ട് ഡൽഹി നടന്ന് കണ്ടു. വൈകുന്നേരം ഒരു 1 hour ഉണ്ടായിരുന്ന സമയത്താണ് ഇന്ത്യൻ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പം ന്യൂഡൽഹി ഓൾഡ് ഡൽഹിയും 2 സ്റ്റേഷനാണെന്ന് ഉള്ള ഒരു സാമാന്യ ബോധമില്ല. അങ്ങനെ പ്ലാനും ഒന്നുമില്ല, ഒരു പ്ലാനും ഇല്ലാണ്ടാ പോയത്. ഫുള്ളും പ്ലാൻ ഇല്ല, ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്തു, വേറെ വലിയ പ്ലാനൊന്നും ഇല്ല. ന്യൂഡൽഹി പോയി ഓക്കെ, ട്രെയിൻ കയറാൻ നിൽക്കുമ്പോഴാണ് ലഗേജ് ഇവിടെ അല്ല ഓൾഡ് ഡൽഹി എന്ന് അറിയുന്നത്. 30 മിനിറ്റേ ഉള്ളൂ. അറിയാലോ, റഷ് അറിയാലോ. ഡൽഹി എന്ന് പറയുമ്പോൾ അത്രയും ക്രൗഡഡ് ആണ്. മെട്രോയിൽ കയറി കഴിഞ്ഞാലും നമ്മൾ ചാന്ദിനി ചൗക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെയും പോയാലും ക്രൗഡഡ് ആണ്. അപ്പം അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് കുറച്ച് പേരുണ്ട്. ഞങ്ങൾ അവരെ ഹെൽപ്പ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഓട്ടോ എടുത്തിട്ട് പോയാൽ ചിലപ്പോൾ 30 minutes എത്താനുള്ള ചാൻസ് ഉണ്ട്, എന്നാലും വളരെ ലോ ആണ് ചാൻസ്. അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളി പറഞ്ഞു 30 minute അങ്ങ് ഞങ്ങൾ തിരിച്ചെത്തിക്കുന്നു. 3 kilometer ഇതിൽ കാണിക്കുന്നു മാപ്പിൽ. ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ കയറിയിരുന്നു. മാപ്പിൽ ഒരു 30 minute കൂടുതൽ കാണിക്കുന്നുണ്ട് 3 kilometer പോവാൻ. ഈ പുള്ളി ഏതൊക്കെയോ വഴി കൊണ്ട് 3 എന്ന് പറയാൻ 2 ആയി, പിന്നെ അത് 5 ആയി. ഞങ്ങൾക്ക് ഹിന്ദിയിൽ തെറി വിളിക്കാനും അറിയത്തില്ല ദൈവമേ. ഞങ്ങൾ എന്നിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ച മണ്ടത്തരമാണ് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് വണ്ടി ഒരു ട്രാഫിക്കിലായപ്പോൾ ഞാൻ ഓട്ടോന്ന് ഇറങ്ങി ഓടി. കൂടെ ഒരു ബന്ധമില്ല, അവരെ വിളിച്ചോണ്ട് ഓടി. എന്നിട്ട് വേറെ ഓട്ടോയിൽ കയറി. ഇയാള് കുറച്ച് എന്തോ അടിച്ചിട്ടുണ്ടായി, പുള്ളിക്ക് ബോധമില്ല, എവിടെ കൂടെ കൊണ്ടുപോവാ. ഞങ്ങൾ എന്നിട്ട് വേറെ ഓട്ടോ കയറി. ഇയാൾക്ക് അപ്പം ബോധം വന്നു. ആ ഓട്ടോനെ ഇയാൾ ഫോളോ ചെയ്തു. അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഇയാൾ ഞങ്ങളുടെ വണ്ടീനെ ക്രോസ് ചെയ്ത് നിർത്തിട്ട് ചോർ പൈസ തന്നില്ല പറഞ്ഞു അവിടെ ബഹളം ഉണ്ടാക്കി. സിനിമ സ്റ്റോറി പോലെ ആയിരുന്നു. അതെ, ഭയങ്കര രസമുണ്ടായി. ലാസ്റ്റ് ട്രെയിനും പോയി, അന്നത്തെ രാത്രിയും പോയി, കുറെ പൈസയും പൊട്ടി. കാരണം ആള് ഞങ്ങൾക്ക് പറഞ്ഞു 3 kilometer പോകാൻ വേണ്ടി പുള്ളി ഞങ്ങളെ 700 രൂപ ചോദിച്ചു. അയാൾക്കും ഫണ്ട് കൊടുത്തു, ഇയാൾക്കും ഫണ്ട് കൊടുത്തു. നമ്മളെ ട്രെയിനും കിട്ടിയില്ല. മെട്രോയിലടുത്ത് ടിക്കറ്റ് എടുക്കാൻ എത്തിയപ്പോൾ GP ഓൺ ആക്കിയതും 2 പേരുടെ ഫോൺ ഓഫ് ആയി. അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ടിക്കറ്റ് ഇല്ല, 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. അടുത്ത ദിവസം രാവിലെ നിസാമുദ്ദീന്ന് 2 ടിക്കറ്റും ക്യാൻസലായി, കിട്ടിയില്ല. പിന്നെ ട്രെയിനിൽ ലോക്കലിൽ കയറി, പിന്നെ സ്ലീപ്പർ എടുത്തു. സ്ലീപ്പറിൽ നിന്ന് പിന്നെ അത് AC-യിലേക്ക് കൺവേർട്ട് ചെയ്തു. ഒരു സാൻഡ്ര ആൻഡ് ഒരു വേറെ ജോസ്ന എന്ന് പറഞ്ഞ 2 കുട്ടികളുണ്ടായിരുന്നു. അവരുടെ സഹായം ഉള്ളതുകൊണ്ട് സീറ്റ് ഷെയർ ചെയ്ത് AC-യിലെടുത്തു. അങ്ങനെയൊക്കെ എങ്ങനെ ഇവിടെ എത്തി. ഗൗരിക്ക് ആക്ച്വലി എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ജീവിതത്തിനെ കുറിച്ചാണെങ്കിലും ഇപ്പോൾ പാരൻസിനെ കുറിച്ചാണെങ്കിലും എല്ലാത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ എപ്പോഴെങ്കിലും ഡിപ്രഷൻ പോലെയോ ഇല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻഡസ്ട്രിയിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരുപാട്. ഞാൻ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന പോലത്തെ ഉള്ള ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ മാത്രമല്ല കേട്ടോ, നല്ല അവസരങ്ങൾ കാത്തിരിക്കുന്ന ഇടവേളകളുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രെസ് ബെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇതിനേക്കാളും വലിയൊരു സ്ട്രെസ്സായിരുന്നു ഞാൻ സിവിൽ സർവീസ് പഠിച്ച സമയത്ത് എനിക്കുണ്ടായത്. അന്ന് എനിക്ക് കരയാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം ഇട്ടിട്ടുണ്ട്. വാഷ്റൂമിൽ കയറിയിട്ട് ഒച്ചത്തിൽ നിലവിളിക്കും. കാരണം സ്ട്രെസ് പോകണമല്ലോ, സ്ട്രെസ് റിലീസ് ചെയ്യണം. അപ്പോൾ കാരണം ഞാൻ ഭയങ്കര സോഷ്യലായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അത്രയും സമയം ഞാൻ ഇത്രയും സോഷ്യലായിട്ടുള്ള ആൾ മാറി നിൽക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടാണ് എനിക്കുണ്ടായത്. എല്ലാ സിവിൽ സർവീസ് പഠിക്കുന്ന പിള്ളേർക്കും ഇത് ഉണ്ടാവണമെന്നില്ല. ഞാനിത് പറയുമ്പോൾ കുറേ പേര് തള്ളാണെന്നും പറയും. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ, ടു ബി വെരി ഫ്രാങ്ക്. അപ്പം അത് ആ സമയത്ത് ഞാൻ എൻ്റെ സ്ട്രെസ് റിലീസ് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഡാൻസ് ചെയ്യും, രാവിലെ ഓടാനൊക്കെ പോകും, അങ്ങനെ സ്ട്രെസ് റിലീസ് ചെയ്യും. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അങ്ങനെ എനിക്ക് എപ്പോഴും എൻഗേജ് ആയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പേഴ്സണലി വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടുണ്ടായ ഒരു സ്ട്രെസ്സും ഡിപ്രഷനും അല്ലാണ്ട് അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ. അപ്പൊ അത് എങ്ങനെ ഫേസ് ചെയ്യും? എന്ത് ടൂൾ ഉപയോഗിച്ച് ഡാൻസ് ചെയ്യും? പാട്ട് കേൾക്കും. പാട്ട് കേട്ടിട്ട് ഞാൻ പാടുന്നത് ഭയങ്കര ബോറാണ്. പക്ഷെ ഞാൻ പാട്ട് കേട്ടിട്ട് ഞാൻ ഉച്ചത്തിൽ പാടും. ആരും ഉണ്ടാവില്ലല്ലോ, ഞാൻ മാത്രമല്ലേ. ഓക്കെ, എനിക്ക് വിഷമം വന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഒന്നുകിൽ ഡാൻസ് ചെയ്യും, ഇല്ലെങ്കിൽ പാട്ട് കേട്ടിട്ട് ഉച്ചത്തിൽ പാടും. അതൊരു നല്ലൊരു ടൂളാണ്, ഇതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം ചില സ്പേസിൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഒച്ചത്തിൽ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ താഴത്ത് കേട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും ബാക്കിയുള്ളവർ. അപ്പം ഇനി അവർ പാട്ട് കേട്ട് ഡിസ്റ്റർബ് ആയാൽ മതിയല്ലോ, ഈ സൗണ്ട് കേൾക്കട്ടല്ലേ വിചാരിക്കും. ആസ് എ ഹോൾ ഗൗരി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിനെ എന്ത് പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്യും? പാഷനേറ്റ് ആണ്. പാഷനേറ്റ് ടുവേർഡ്സ് എവറിത്തിങ്. ഐ ആം ഹാർഡ് വർക്കിംഗ്. എനിക്കതറിയാം. അത് ഞാൻ എന്തെങ്കിലും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ 10% കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പണിക്ക് പോകാറില്ല. കാരണം റിഗ്രഷൻ ഉണ്ടാവുമല്ലോ, ആ റിഗ്രഷനൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്, പാഷനേറ്റും ആണ്. ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാണ്? എനിക്കോ
കറണ്ട്ലി കുറച്ചധികം വായിച്ചു. പക്ഷേ ഒരു ആ ബുക്ക് ഞാൻ കണ്ടന്റ് ചെയ്തപ്പോൾ എനിക്കതിൽ ഭയങ്കര വലിയ റീച്ച് കിട്ടി ആ കണ്ടന്റ് ചെയ്ത്. അതുകൊണ്ട് ആ ബുക്കിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. റാം കെയർ ഓഫ് ആനന്ദി ഞാൻ അത് റീക്രിയേറ്റ് ചെയ്തിരുന്നു. റാം കെയർ ഓഫ് ആനന്ദി അത് ഞാൻ ചെയ്തപ്പോൾ അതിലെനിക്ക് മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കരമായിട്ട് കണക്ട് ആയി. അതാണ് ആ ക്യാരക്ടർ ഒരു വീഡിയോ. അപ്പൊ ഞാനൊരു വീഡിയോ വളരെ നമുക്കൊരു 3 മിനിറ്റ് ഒക്കെ അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഡ്യൂറേഷനിൽ ചെയ്തതാണ്. പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പൊ എനിക്ക് അത്യാവശ്യം റീച്ച് കയറി. അപ്പൊ എനിക്ക് ആ ബുക്കിനോട് സ്പെഷ്യൽ ഒരു ഇഷ്ടമുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ ഇറ്റ് എൻഡ് വിത്ത് അസ് ആണ് ഞാൻ ഇപ്പൊ കറണ്ട്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് ബുക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരുപാട് വായിക്കുന്ന ആളൊന്നും അല്ല, പക്ഷെ അത്യാവശ്യം വായിക്കുന്നതിൽ എനിക്ക് ഇപ്പം റാം കെയർ ഓഫ് ആനന്ദ് ഇങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓത്തർ ആരാണ് ഇഷ്ടമുള്ള ഓത്തർ അങ്ങനെയൊന്നും ചോദിച്ചാൽ വലിയ എനിക്ക് ചേതൻ ഭാഗത്തിന്റെ റൈറ്റിംഗ്സ് ഇഷ്ടമാണ്. കാരണം കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആ നറേഷൻ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് നറേഷനാണ്. സോ എനിക്ക് അത് ഇഷ്ടമാണ്. ഫേവറേറ്റ് ഫുഡ്? നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്ത് തന്നു കഴിഞ്ഞാലും ഞാൻ കഴിക്കും. വെജിറ്റേറിയൻ ആണോ? വെജിറ്റേറിയൻ അല്ല, പക്ഷെ ടു ഇൻറ്റു വെജിറ്റേറിയൻ. എനിക്ക് കൂടുതലും വെജിറ്റേറിയൻ ഫുഡ്സ് ആണ് ഇഷ്ടം. പനീർ അങ്ങനത്തെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് റൊട്ടി പറാട്ടാസ് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയോടും അച്ഛനോടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാമോ? കാരണം എനിക്ക് തോന്നുന്നു വളരെ ചെറിയ ഏജിൽ അമ്മയ്ക്ക് ഉണ്ടായ മകളാണ്. അതെ അതെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ്? ക്ലോസ് ഫ്രണ്ട്സ് ആണ് രണ്ടുപേരും. ഡാഡീസ് ഗേൾ ഓർ മമ്മീസ് ഗേൾ? അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഒന്ന് എൻ്റെ ഒരു മെയിൽ ഫ്രണ്ട്, ഒന്ന് എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്. ഓക്കെ. കാരണം അച്ഛനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഡിഫറെൻ്റ് ആണ്, അമ്മയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഡിഫറെൻ്റ് ആണ്. രണ്ടും ഡിഫറെൻ്റ് ആണ്. അതെ. സഞ്ചരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ? ഹൈ റേഞ്ചസ്. ഇപ്പം കറണ്ട്ലി നോർത്ത് ഈസ്റ്റ് പോകണം എന്നാണ്. നോർത്ത് ഈസ്റ്റിൽ കുറേ സ്ഥലങ്ങൾ ഇപ്പം കാണണം. കറണ്ട്ലി മേഘാലയ. അതെ അതെ. ഇന്ത്യ കണ്ടു തീർക്കുക എന്നുള്ളതാണോ? ഇന്ത്യ കണ്ടു തീർക്കണം. ഫസ്റ്റ് എനിക്കിപ്പം മേഘാലയ പോകണം, സിക്കിം അങ്ങോട്ട് കുറച്ച് പോകണം എന്നുണ്ട്. കാരണം ഹിമാചൽ നമ്മൾ കുറേ പോയല്ലോ. നോർത്ത് ഈസ്റ്റ് ഒരു സ്പിരിച്വൽ ബീങ് ആണോ? പിന്നെ ഉറപ്പായിട്ടും ഞാൻ കുറച്ച് സ്പിരിച്വാലിറ്റിയിലുള്ള ആളാണ്. ഞാൻ എനിക്ക് ഒരുപാട് ബിലീഫുണ്ട്. ഞാൻ കുറേ ബിലീവ് ചെയ്യുന്ന ആളാണ്, ഒരു ബിലീവറാണ്. സോ എന്തിനാണ് ബിലീവ് ചെയ്യുക? ബിലീവ് ചെയ്യുന്നത് കർമ്മ, അതങ്ങനെയാണല്ലോ. കർമ്മ ആണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഭയങ്കര ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു ഡയറ്റ് ഇല്ല, പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനകളോ മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നു? ഒരുപാട് ഭയങ്കരമായിട്ടും സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ മൈൻഡ്ഫുൾനെസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം അത് ഞാൻ ഒക്കേഷണലി അല്ല, ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യും. ഭയങ്കരമായിട്ട് ഹെൽപ്പ്. കാരണം എനിക്ക് ആ ശീലം വരുന്നത് സിവിൽ സർവീസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. സോ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ടായിരുന്നു. സോ അത് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ ചെറിയ ടോക്സിക്കേഷൻ എന്തെങ്കിലും വരുന്ന നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന സമയത്ത് സൂര്യ നമസ്കാരം. എനിക്ക് ഇടയ്ക്ക് ഫുഡ് പോയിസൺ ചെറുതായിട്ട് അടിച്ചായിരുന്നു. അപ്പം തന്നെ ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ എനിക്ക് പകുതി റിലീഫായി. ഞാൻ സൂര്യ നമസ്കാരം ചെയ്യാറുണ്ട്. ജിമ്മാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്, പക്ഷെ സൂര്യ നമസ്കാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പുമുളകിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെയുള്ളവരെല്ലാം തികച്ചും സീനിയേഴ്സാണ്. അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ സെയിം മേഖലയിൽ തന്നെ അവർ ഒത്തിരി വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. ഇപ്പോൾ 3rd സീസണിലായിരുന്നു ഗൗരിയുടെ എൻട്രി. അപ്പോൾ അവരുടെ കൂടെയുള്ള ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ന്യൂ കമറായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആദ്യത്തെ ഒരു ഇനിഷ്യൽ 2 days എനിക്കധികം ഡയലോഗ്സ് ഇല്ലായിരുന്നു. 2 എപ്പിസോഡിൽ എനിക്കധികം ഡയലോഗ്സ് ഇല്ലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ പരിപാടി എന്നുള്ളതാണ്. കാരണം നമുക്കൊന്നും അറിയില്ല. ഇവൻ ഞാൻ ഉപ്പുമുളക് കാണുന്ന ഒരാളല്ലായിരുന്നു. സോ എനിക്കൊരു വലിയ പരിചയമില്ല മൊത്തത്തിൽ എന്താണെന്ന്. അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്സും ഞാൻ എപ്പോഴാണ് പഠിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ 2 days ഞാൻ അവർ പെർഫോം ചെയ്യുന്ന രീതിയും അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ കൗണ്ടേഴ്സ് പറയുന്ന കേട്ടിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഓക്കെ നമ്മളെ വായിച്ച സാധനങ്ങളിൽ നിന്ന് അപ്പുറം അവർ ഇംപ്രൊവൈസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര നൈസ്, ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ഫോർത്ത് എപ്പിസോഡിലൊക്കെയാണ് എനിക്ക് ഒത്തിരി ഡയലോഗ്, ഒരുപാട് ഡയലോഗ് എനിക്കും ഭവാനി അമ്മയ്ക്കും മാത്രമായിട്ടൊരു വലിയ സീക്വൻസ് ആയിരുന്നു ഇത് മൊത്തം. കാരണം എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രൊഡക്ഷൻ എനിക്ക് തരുന്ന ഒരു എപ്പിസോഡായിരുന്നു അത്. അപ്പോൾ ഒരുപാട് ഡയലോഗ്സ് ഉണ്ടായി. അതെനിക്ക് വന്ന ഉടനെ ഈ 2 times റീഡ് ചെയ്ത് പോകാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ പഠിച്ചെടുക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഡയലോഗ്സ് റീഡ് ചെയ്ത് കയറിയതാണ്.
അതിനുശേഷം പിന്നെ അങ്ങോട്ട് എനിക്കത് കുറച്ച് ഈസിയായി, ആ പരിപാടി കുറച്ചും കൂടി ഓക്കെ ആയി. പിന്നെ അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. അവരാരും ഇങ്ങനെ സീനിയോറിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ലച്ചു ഭയങ്കര കമ്പനിയാണ്, ഞാനും ലച്ചുവായിട്ടൊക്കെ. കുട്ടികളാണെങ്കിൽ പോലും അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അതെ അതെ. ലച്ചു നമ്മളെ ഈ ഒരു ഏജ് ഒരു സെയിം ഒരു ഇതിൽ വരുന്നതുകൊണ്ടായിരിക്കണം ഞാൻ ലച്ചു അത്യാവശ്യം നല്ല കമ്പനിയാണ്. പിന്നെ കേശു ആയാലും ശിവ ആയാലും പാറു ആയാലും ഞാൻ എല്ലാവരോടും ഭയങ്കര കണക്ട് ആയി പോകുന്ന ഒരാളാണ്. അപ്പം കേശുവൊക്കെ എനിക്ക് അനിയനെ പോലെയാണ്. ശിവ ഇപ്പൊ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ, അവളും എനിക്ക് അനിയത്തി പോലെയാണ്. പാറു എനിക്ക് ഒരു കുട്ടി സിസ്റ്റർ എങ്ങനെയാണ് എനിക്ക് അതുപോലെയാണ്. അപ്പം പാറു എന്നെ അമ്മായി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാനും പാറു നമ്മൾ കുഞ്ഞു കുഞ്ഞു അടിയും വഴക്കൊക്കെ തമാശയൊക്കെ ഉണ്ടാക്കും. പക്ഷെ എനിക്ക് ഭയങ്കര എൻ്റെ ആ പിള്ളേരൊക്കെ എനിക്ക് ഭയങ്കര ഫാമിലി ഒരു വൈബാണ്. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് അവിടെ അവരുടെ കൂടെ. എനിക്ക് തോന്നുന്നു സെറ്റിൽ മിക്കപ്പോഴും തിരുവനന്തപുരം സ്ലാങ് ആയിരിക്കും അല്ലേ? അപ്പം ഇവിടെ നിന്ന് പോയത് കൊണ്ട് തന്നെ വളരെ ഫെമിലിയർ ആയിരിക്കും. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓരോ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഗ്രൂപ്പ് ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ എല്ലാവരോടും സംസാരിച്ചത് നമുക്ക് നമ്മൾ ഏത് സ്റ്റൈലാണെന്നുള്ളൊരു ഇത് അങ്ങ് പോകും. ഗൗരിക്ക് ആ സ്റ്റൈൽ ഇല്ല, അങ്ങനെ പോകും. പക്ഷെ ആ സ്ക്രിപ്റ്റിൽ കറക്റ്റ് ട്രിവാൻഡ്രം ആണ് എഴുതി വെച്ചേക്കുന്നത്. സോ നമ്മളത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ലൈക്ക് നമ്മുടെ ഇൻസൈഡ് ട്രിവാൻഡ്രം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് വരും. എന്താടാന്ന് ചോദിക്കാം, എന്താടേ എന്ന് ചോദിക്കും. ലൈക്ക് അത് വരും, നീ കഴിച്ചായിരുന്നാ, അതൊക്കെ സാധനം വരുന്നതാണ്. അപ്പം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കണക്റ്റ് ആവും. ഇപ്പോൾ കൊച്ചിയിലുള്ള ആളും അല്ലെങ്കിൽ തൃശ്ശൂരുള്ള ആളും സംസാരിക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ സാധനം കിട്ടും. അത് സ്ക്രിപ്റ്റിൻ്റെയും കൂടെ ഒരു ഗുണമാണ്. അത് സ്ക്രിപ്റ്റ് അത്രയും നന്നായി ചെയ്യുമ്പോൾ പറ്റുന്നതാണ്. പിന്നെ ഇംപ്രവൈസേഷൻസിനൊക്കെ ഉള്ളൊരു സ്കോപ്പ് ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനായാലും ഉള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ. അപ്പം ഇപ്പം സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന അത് തന്നെ അങ്ങനെ തന്നെ പറയണമെന്നില്ല. സ്ക്രിപ്റ്റിലുള്ള സാധനം വേണം, പക്ഷെ സ്ക്രിപ്റ്റിൽ അതേ വാക്ക് പറയണം എന്ന് ഇല്ല. അപ്പോൾ നമുക്ക് ആ കണ്ടന്റ് കിട്ടിയാൽ മതി. ചിലപ്പോൾ ഓർഡർ മിസ്സായി, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർഡർ മിസ്സായി പോവാം. പക്ഷെ പ്ലേ ബ്യൂട്ടിഫുൾ ആയിട്ട് പോവുകയാണെങ്കിൽ കട്ട് പറയില്ല, നമ്മളത് പിടിച്ചാൽ മതി. ചിലപ്പോൾ കേശുവിന് എഴുതിയിരിക്കുന്ന ഡയലോഗ് ചിലപ്പോൾ ഞാനായിരിക്കും പറയുന്നത്, എനിക്ക് എഴുതിയിരിക്കുന്ന ചിലപ്പോൾ കേശു ആയിരിക്കും പറയുന്നത്. നമുക്ക് ആ ഒരു ഫ്ലോ പിടിച്ചാൽ മതി. അതാണ് അവിടെ നടക്കുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു ടീം വർക്കാണ്. അതിങ്ങനെ നമ്മൾ ഇപ്പം ചിലപ്പോൾ ഒക്കെ ഞങ്ങൾ ഡയലോഗ് ഇങ്ങനെ മറന്നു നിൽക്കുകയാണെങ്കിൽ ഈ എല്ലാവരും വായിക്കുന്ന എല്ലാവരുടെ ഡയലോഗ്സ് എല്ലാവർക്കും അറിയായിരിക്കും, ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഡയലോഗ് ഇതാണെങ്കിൽ ഇപ്പം ഞാൻ മറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലച്ചു പിടിക്കും, ലച്ചു മറന്നു കഴിഞ്ഞാൽ ഞാൻ പിടിക്കും, എൻ്റെ ഞാനും അവനും രണ്ടുപേരും മറന്നു കഴിഞ്ഞാൽ കേശു പിടിക്കും. ഇനി നമുക്ക് ഇട്ട് തരും, എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ അടുത്തത് കിട്ടുന്നത്. സോ അങ്ങനൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. അതും വിത്തിൻ പിള്ളേരത് ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മുടെ വൈബ് സെയിം ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കണക്റ്റായി പോകാൻ പറ്റും. അത് ഭയങ്കര അടിപൊളിയാണ്. ബാലുവും നീലും ഇല്ലാത്തൊരു ഉപ്പും മുളകും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എന്താണ്, ഒരു ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അവരിപ്പോൾ സെറ്റിലുണ്ടോ ഇല്ല, അവരെ മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കറന്റ് കുറച്ച് നാളായിട്ട് അവർ വരുന്നില്ല. സോ നമുക്ക് തരുന്ന ഡ്യൂട്ടി നമ്മളെ ഫ്ലവേഴ്സ് വിളിക്കുന്നു, നമ്മൾ പോയി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സോ സത്യം പറഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാനവിടെ പോകുന്നത് ഇവരുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല, എനിക്ക് ഫ്ലവേഴ്സായിട്ട് വിളിച്ചിട്ട് പോകുന്നതാണ്. സോ എല്ലാ ആർട്ടിസ്റ്റിനോടും എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഈ ഒരു പരിപാടിയുടെ പില്ലേഴ്സ് അവർ തന്നെയായിരുന്നു. സോ ഇപ്പം കറന്റ് ഫ്ലവേഴ്സ് വിളിക്കുന്നത് നമ്മൾ പോയി ചെയ്യുന്നു, അത്രേ എനിക്കറിയുള്ളൂ. അഭിനയവും പഠനവും അല്ലാണ്ട് എന്തൊക്കെയാണ് മറ്റുള്ള കഴിവുകൾ? ഡാൻസ് ചെയ്യുമെന്ന് എനിക്കറിയാം, അതല്ലാതെ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് കുഞ്ഞില്. അപ്പോൾ പാട്ട് പാടത്തൊന്നുമില്ല. പാട്ട് ഞാൻ സ്വന്തമായിട്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി പാടുന്നതാണ്. ഞാൻ അനിയത്തി ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ കൂടെ പോവായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ കുറെ എനിക്ക് ബേസ് അറിയാം. വേണ്ട, ഞാൻ ഉപ്പുമുളകിലൊക്കെ പാടിയിട്ടുണ്ട്, നാട്ടുകാർ ഫുള്ള് കേട്ടിട്ടുമുണ്ട്. ഞാൻ പിന്നെ അത് സംഭവം ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനും ലച്ചും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആണെന്ന് അറിഞ്ഞിട്ടാണോ എന്ന് അറിയണ്ടോ, ഓണർ ടി.വിയിൽ ഞങ്ങൾ പാട്ട് പാടുന്ന അതേ എപ്പിസോഡ് തന്നെ ഇട്ടു. ഞങ്ങൾ നല്ല പരിചയമുള്ള സൗണ്ടാണല്ലോ എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊക്കെ വലിയ അനുഭവങ്ങളല്ലേ? വളരെ വലിയ അനുഭവമാണ്. അല്ല, ഈ നൃത്തവും മാർഷൽ ആർട്സും ഒക്കെ പഠിച്ചത് കൊണ്ട് തന്നെ ഇത് അഭിനയത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അഭിനയിക്കാൻ ഇപ്പം നൃത്തം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്കത് നമുക്ക് ഡാൻസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ലൈക്ക് അഭിനയത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഡാൻസ്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ മാർഷൽ ആർട്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം ഒരു പെർഫോമർ ആകുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ പറ്റണം. അപ്പം അതുകൊണ്ട് മാർഷൽ ആർട്സും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സാധനം തരുന്നത് മാർഷൽ ആർട്സും ഒക്കെ തന്നെയാണ്. അതെ, അപ്പൊ അത് വളരെയധികം യൂസ്ഫുള്ളും ആണ്. ഉറപ്പായിട്ടും. ഇപ്പം
ഞാൻ വിശ്വസിക്കുന്നത് ഒരു ആക്ടർ എന്ന് പറയുമ്പം ആക്ടിങ് മാത്രമല്ല, ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ എല്ലാം പഠിച്ചിരിക്കണം എന്നാണ്. കാരണം പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അതിന് വേണ്ടി പിന്നെയും അല്ലെങ്കിൽ അതിന് വേണ്ടി പഠിക്കാൻ പോകണം. അങ്ങനെയാണ്. ഇപ്പം എനിക്ക് എല്ലാം ഒന്നും അറിയില്ല, ഞാൻ മറ്റേ ജനറലിസ്റ്റ് ആണ്, എല്ലാത്തിനും കുറച്ച് അറിയാം. ക്ലാസിക്കൽ ഡാൻസർ അല്ലേ? അതെ. മാഷൊക്കെ എവിടെയാണ് പഠനം? ഞാനിവിടെ ട്രിവാൻഡ്രം അജയൻ സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ആദ്യം വളരെ ചെറുതിൽ വേറെ കുറച്ച് ഗുരുക്കന്മാരോട് പഠിച്ചിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചത് അജയൻ സാറിൻ്റെ അടുത്താണ്. വെസ്റ്റേണും ചെയ്യുന്നുണ്ടോ? ഞാൻ കണ്ടംപററി പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ മന്ത്ര സ്റ്റുഡിയോ ട്രിവാൻഡ്രം കൈതമുക്ക്, അവിടെ മന്ത്ര സ്റ്റുഡിയോയിൽ ഞാൻ കണ്ടംപററി കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സ്റ്റിൽ സമയം കിട്ടുമ്പോൾ പോകാറുണ്ട്. എനിക്ക് ഫാമിലിയാണ് അവരൊക്കെ. അപ്പോൾ ഞാൻ വേറെ സ്റ്റൈൽസ് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ പെർഫോം ചെയ്യുന്നത് അവിടെ നിന്നും. പിന്നെ മനോജേട്ടൻ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഇട്ടിരിക്കുന്ന മനോജേട്ടനുണ്ട്. അപ്പോൾ മനോജേട്ടൻ്റെ കൂടെയും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. മന്ത്രയിലെ പ്രേംചേട്ടൻ വഴിയാണ് ഞാൻ ശരിക്കും പറഞ്ഞ മന്ത്രയിലേക്ക് പോകുന്നത്. പ്രേംചേട്ടൻ്റെ ഒക്കെ സ്റ്റുഡിയോ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കണ്ടംപററി കുറേ പഠിക്കുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ഫീസ് പോലും മേടിക്കാതെയാണ് എന്നെ പഠിപ്പിച്ചത് അപ്പോഴത്തേക്കും. അപ്പം മന്ത്രയിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ കണ്ടംപററി പഠിക്കുന്നു, വേറെ സ്റ്റൈൽസ് പഠിക്കുന്നു. കുറേ പഠിച്ചു കേട്ടോ. മന്ത്രിന്നായാലും മനോജേട്ടനായാലും ഒത്തിരി ഡാൻസിനെ പറ്റി ഒരു വേറൊരു വേൾഡ്. ക്ലാസിക്കൽ അല്ലെങ്കിൽ ഇതുപോലെ ഭരതനാട്യം ക്ലാസിക്കലിൽ നിന്നും വേറെ സ്റ്റൈലിൽ കുറേ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് ഇവരൊക്കെയാണ്. അതൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി കമ്പനിയായി അങ്ങനെ പോയ ഭയങ്കര നല്ല കമ്പനീസ് ആണ്. വെർസറ്റൈൽ ആർട്ടിസ്റ്റ് ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ പറയാം. അത് വേഴ്സറ്റാലിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നതല്ലേ. അതെ, തീർച്ചയായും. വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, വേണമെന്ന് വെച്ചുണ്ട്, അത്രേ ഉള്ളൂ. എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ബ്ലെസ്സിങ് ആണ് ഡാൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒത്തിരി മേഖലകളിൽ നമുക്ക് അറിവ് കിട്ടുക എന്നുള്ളത് ഭയങ്കര അതൊരു ടാലന്റ് തന്നെയാണ്. നമ്മൾ സിമ്പിളാണ്. നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മളതിനോടൊരു ക്രേവിങ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും. ഇപ്പം ചില കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് പാരൻസ് ചെയ്യാൻ പോകണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സമയം നമ്മൾ തന്നെ വേണമെങ്കിൽ നമ്മൾ വാശി പിടിക്കണം. അപ്പോൾ അതൊരു ക്രേവിങ് ആണ്. അതാണ് നമുക്ക് നോളജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം സിനിമയിലാണെങ്കിലും അല്ല വേറെ ഏത് മേഖലയിലാണെങ്കിലും ഈ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ അത്തരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയാൻ പറ്റുമോ? നെഗറ്റീവാണോ പോസിറ്റീവാണോ? രണ്ടും. അതായത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുമ്പോൾ അവിടെ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. നല്ല വശങ്ങളും അതിനൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു വളർച്ച എനിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. സ്വന്തം അനുഭവത്തിൽ നിന്നും അങ്ങനെ പറയാനായിട്ട് ഇല്ല എന്നാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും പ്രോപ്പർ ഓഡീഷൻസ് വെച്ച് ക്യാരക്ടർ എന്താണോ ആപ്റ്റ് ആവുക അത് കൊടുക്കുന്നതാണ്. എനിക്ക് എൻ്റെ അറിവിലുള്ളത്. ഔട്ട്സൈഡുള്ളത് കാര്യം എനിക്ക് വലിയ അറിവില്ല. അപ്പോൾ അറിവില്ലാത്ത കാര്യം സംസാരിക്കാതിരിക്കാനാണ് നല്ലത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇപ്പം ഞാൻ കണ്ടതായാലും ഇപ്പം ഞാൻ പോകുന്ന ഓഡീഷൻസ് ആയാലും അവരെഴുതുന്ന കഥാപാത്രം ആണ് അവരുടെ മുന്നിൽ ഓഡീഷൻ ചെയ്യുമ്പോൾ വരുന്നതെങ്കിൽ അതായിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് എനിക്ക് അറിയില്ല. അപ്പം എനിക്കിതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാൻ പറ്റില്ലല്ലോ. അതാണ്. ഒരു സിനിമയോ കഥാപാത്രമോ നമ്മുടെ മുന്നിലേക്ക് വരുമ്പം എങ്ങനെയാണ് അതിനെ സെലക്ട് ചെയ്യുക? കഥാപാത്രത്തിനെയാണോ ഇല്ല മൊത്തത്തിലുള്ള ക്രൂവിനെ കണ്ടിട്ടാണോ? എങ്ങനെയായിരിക്കും ആ തിരഞ്ഞെടുപ്പ് ഉണ്ടാവുക? എല്ലാം മാറ്റർ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് സ്ക്രിപ്റ്റും കഥാപാത്രവും ചോദിക്കും. അത് തന്നെയാണ് ഏറ്റവും ആദ്യം ചെയ്യുന്നത്. പിന്നെ ക്രൂ ഉറപ്പായിട്ടും നമ്മൾ ചോദിക്കും. കാരണം എത്ര നല്ല കഥാപാത്രമായാലും വർക്ക് ചെയ്യുന്ന ക്രൂ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഥാപാത്രവും ചോദിക്കും, ക്രൂവും ചോദിക്കും. അത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ബാക്കിയൊക്കെ അതിൻ്റെ സെക്കൻഡറി ആണ്. പ്രൈമറി ഇതാണ്. സീരിയൽ, സിനിമ ഈ രണ്ട് മേഖലകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് വ്യത്യാസമാണ് തോന്നിയിട്ടുള്ളത്? സിനിമ ലൈക്ക് സീരിയൽ എന്ന് പറഞ്ഞാൽ പക്കാ സീരിയൽ എനിക്കറിയില്ല. ഞങ്ങൾക്ക് സിറ്റ്കോം തന്നെയുള്ളൊരു പരിചയമുള്ളൂ. മറ്റ് ബാക്കി ടി വിയിലുള്ള സീരിയൽസിൻ്റെ അറിവ് എനിക്കില്ല. അപ്പോൾ എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ ബാക്കി ടി വി സീരിയൽ പ്രോംപ്റ്റിങ്ങും അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. സിറ്റ്കോം എന്ന് പറയുന്നത് സിങ് സൗണ്ടിൽ പോയി അല്ലെങ്കിൽ ഒരു ദിവസം ഒരു സിറ്റുവേഷൻ അന്ന് പെർഫോം ചെയ്ത് പോകുന്നതാണ് സിറ്റ്കോം എന്ന് പറയുന്നത്. സിറ്റുവേഷൻ കോമഡിയാണ്. അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം. സിനിമ എന്ന് പറയുന്നത് ഓൾറെഡി ഒരുപാട് പേര് വർക്ക് ചെയ്തിരുന്ന ഒരു വലിയ സ്ക്രിപ്റ്റ്, അതിൻ്റെ എക്സിക്യൂഷനാണ്. അത് എത്രയോ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സിനിമ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് സ്ക്രിപ്റ്റ് നേരത്തെ കിട്ടും. നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ മാറും. നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യും. അതൊക്കെ വേറൊരു തലമാണ്. അതാണ് വേറൊരു തലമാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പം രാവിലെ പോകുമ്പോഴായിരിക്കും നമ്മൾ നോക്കി ഇന്നത്തെ സിറ്റുവേഷൻ ഇതാണ്. ചില ദിവസം നമ്മൾ
റീസെന്റ് ആയിട്ട് ഉണ്ടായതാണ്. ഞാൻ അന്ന് കുർത്തി എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ രാവിലെ കുർത്തി ഇട്ടിട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് അമ്പലത്തിൽ പോകുന്ന സീനാണ്. എൻ്റെ വേറെ കുർത്തിയും അങ്ങനെയില്ല, ഞാൻ വീട്ടിൽ ഇടുന്ന ഡ്രസ്സും കോഡ് സെറ്റ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെയാണ് അറിയുന്നത് ഇന്ന് അമ്പലത്തിൽ പോകുന്ന സീനാണ്. സോ കുർത്തി ഇട്ടിരുന്നത് കൊണ്ട് നമുക്കറിയില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ മറന്നുപോയാൽ നമ്മുടെ മിസ്റ്റേക്ക് ആണല്ലോ, നമ്മൾ കോസ്റ്റ്യൂം കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് വരാത്തത്. അപ്പോൾ സോ എല്ലാം രാവിലെയാണ്, അല്ലെങ്കിൽ അന്ന് സെറ്റിൽ പോകുമ്പോഴാണ് ഇന്നത്തെ സിറ്റുവേഷൻ ഇതാണെന്ന് അറിയുന്നത്. സിനിമ ഒരിക്കലും അങ്ങനെയല്ലല്ലോ, എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അതെ, അതാണ് വ്യത്യാസം ഞാൻ കണ്ടത്. പിന്നെ നമ്മളൊരു ക്യാരക്ടറായിട്ട് നമ്മൾ ഒരു വേറൊരു ക്യാരക്ടറായിട്ടും പിന്നെ വളരെ കുറഞ്ഞ കാല അളവിലാണ് നമ്മളത് ചെയ്യുന്നത്. ഒരു സിനിമ ചെയ്യാൻ വേണ്ടി 3 4 അല്ലെങ്കിൽ ഒരു 5 6 മാസം എടുക്കുന്ന ഒരു സിറ്റ്കോം എന്ന് പറയുന്നത് ഇപ്പം ഇത് തന്നെ, ഇപ്പം മുളക് തന്നെ 10 വർഷമായിട്ട് ഓൾമോസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അല്ല ഓരോ ക്യാരക്ടേഴ്സും ഇപ്പം ലച്ചു ജൂയി എന്ന് പറയുന്നത് തന്നെ ലച്ചു ആയിട്ടാണ് എല്ലാവർക്കും അറിയാവുന്നത്. കേശുവിന് അൽസാബിത്ത് എന്ന് പകരം കേശു ആയിട്ടാണ് എല്ലാവർക്കും അറിയുന്നത്. അപ്പം അവർ എല്ലാ ഓഡിയൻസിന്റെ മനസ്സിലും ആ ഒരു കഥാപാത്രമായിട്ടല്ലേ ജീവിക്കുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ പല സിനിമകളിൽ പല കഥാപാത്രങ്ങളാണ്, അതാണ് ആ വ്യത്യാസം. ഒത്തിരി അംബീഷ്യസ് ആയ ഒത്തിരി 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 ആഗ്രഹങ്ങളുള്ള ഗൗരിക്ക് ഇനിയും നിറയെ കൈ നിറയെ അവസരങ്ങൾ വരട്ടെ. താങ്ക് യു. താങ്ക് യു.